ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ കൂടെയുള്ളവരൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. സാറൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ഡോക്ടർ ഫെലിക്സ് ജെയിംസ്. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. പാലാ രൂപതയിലെ മണ്ണാറപ്പാറ ഇടവകമാണ്. പാലാ രൂപതയിലെ KCBC പ്രളയ സമിതിയുടെ സെക്രട്ടറിയാണ്. സംസ്ഥാന പ്രളയ സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. താങ്ക് യു, മോസ്റ്റ് വെൽക്കം. താങ്ക് യു. പരിചയപ്പെടുത്തി. എൻ്റെ പേര് ടീന. ഞാൻ കോഴിക്കോട് ദേവഗിരി ഇടവകാംഗമാണ്. താമരശ്ശേരി രൂപത. ഭർത്താവ്, 6 മക്കൾ. മോസ്റ്റ് വെൽക്കം. എൻ്റെ പേര് ആൻ്റണി സച്ചിൻ. എൻ്റെ വീട് എറണാകുളത്തെ എളമക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ വൈഫ്, 3 കുട്ടികളാണ്. 3 കുട്ടികളും പഠിക്കുന്നു. ഞാൻ ബേസിക്കലി ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ് പഠിച്ചതും ജോലി ചെയ്തതും. പിന്നെ കുറേ വർഷമായിട്ട് ഇപ്പോൾ ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സ്വന്തമായിട്ടൊരു മിനിസ്ട്രി അപ്പോളജറ്റിക്സ് റിലേറ്റഡ് ആണ്. ഒന്ന് എക്സ്പ്ലെയിൻ, ഒരു വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു അപ്പോളജി എന്ന് പറയുന്ന വാക്കാണ്. ഒരു ക്ഷമാപണം നടത്തുന്നതിനൊക്കെയാണ് നമ്മൾ പറയാറുള്ളതെങ്കിലും ഇത് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നതാണ്. കത്തോലിക്ക സഭയുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് പില്ലറാണ് അപ്പോളജറ്റിക്സ്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും മോസ്റ്റ് വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ ഹോട്ട് ആൻഡ് റെലവൻ്റ് ആണ്. മൈഗ്രേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടുത്തിടെയൊക്കെ പത്രങ്ങളിൽ 7000 കുട്ടികളൊക്കെ ഒരുമിച്ച് ഒരു ദിവസം മൈഗ്രേറ്റ് ചെയ്തതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ വലിയ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യങ് വളരെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് പോകുന്ന മൈഗ്രേഷനാണ് നമ്മുടെ വിഷയം. മൈഗ്രേഷൻ ആദിമകാലം മുതൽ, അബ്രഹാം മുതലുള്ള കഥയാണ്. എല്ലാം മൈഗ്രേഷന് പുറത്തുള്ള നമ്മുടെ ബ്ലഡിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ മൈഗ്രേഷൻ എങ്ങനെ ഒരു വിഷയമായി, എന്തുകൊണ്ട് ഇത്ര അധികം മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ, നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ യുവജനങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടു തുടങ്ങാം പ്ലീസ്. നമ്മുടെ നാട്ടിൽ ഒന്നാമത് ജോബ് വേക്കൻസീസ് കുറവാണ്. ഉള്ള വേക്കൻസീസ് തന്നെ സാലറി കാര്യങ്ങൾ വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള കൺട്രീസുമായിട്ട് നോക്കുമ്പോൾ ഏത് MNC കമ്പനീസ് എടുത്ത് നോക്കിയാലും IT മേഖല എടുത്ത് നോക്കിയാലും എല്ലാം സെയിം ജോബ് സെയിം കമ്പനിയിൽ സെയിം റോളിൽ നമ്മൾ പുറത്ത് കൺട്രീസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നതിനേക്കാൾ 3-4 ടൈംസ് മിനിമം കൂടുതൽ സാലറി പുറത്തുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെയല്ല, പുറത്ത് കുറച്ചും കൂടി റെമ്യൂണറേഷൻ കൂടുതൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അല്ലാതെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അവർ പഠിച്ചതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ അവർക്ക് കിട്ടുന്നില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് എന്നാണ് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് അതേപോലെ പ്രാക്ടിക്കൽ നോളജൊക്കെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷെ പുറത്ത് പോയി പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസും അതേപോലെ പ്രാക്ടിക്കൽ നോളജും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇത് ഈ രാഷ്ട്രീയം പുറത്ത് നടക്കുന്ന രാഷ്ട്രീയം തന്നെ കോളേജിലേക്ക് ക്യാമ്പസിലേക്ക് പുതിയ പിള്ളേരെ തലക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരും പ്രശ്നത്തിലേക്കാണ്. അപ്പോൾ നല്ലോണം പഠിക്കുന്ന പിള്ളേരൊക്കെ അതിനുള്ളിൽ കയറുമ്പോൾ അവർക്ക് തോന്നും ഇതെന്തൊരു പഠിപ്പാണിത്, സ്വതന്ത്രമായിട്ട് പഠിക്കാനുള്ള നമ്മൾ കോളേജിൽ ഇത്ര പൈസ മുടക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സബ്സിഡിയൊക്കെ കോളേജിൽ വന്നിട്ട് ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു അങ്ങോട്ട് പോകണത് തന്നെ നല്ലത്. ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് സാലറി ഭയങ്കര കുറവായിരിക്കും. പുറത്ത് നോക്കുമ്പോൾ ഇവിടത്തേക്കാളും വെച്ച് അവിടെ കുറച്ചുകൂടി നമുക്ക് സാലറിയും ഫെസിലിറ്റീസും കുറച്ചുകൂടി കൂടുതലാണ്. ഇതന്നെ നമ്മളിവിടെ കുറേ ക്യാഷ് കൊടുത്ത് പഠിക്കും. ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 10,000 നമുക്കിവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നെ തീരെ ഓപ്പർച്യൂണിറ്റി. അപ്പം ഞങ്ങളെല്ലാവരും കോഴ്സ് കഴിഞ്ഞ് വരാം. ഇപ്പോൾ ഇവിടത്തെക്കാളും ജോലി സാധ്യത കൂടുതലുള്ളത് പുറം രാജ്യങ്ങളിലാണ്. അപ്പോൾ പിന്നെ അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് പഠിക്കാനുള്ളൊരു ഇത് ഉണ്ട്. അപ്പം ഇവിടത്തെക്കാളും കുറച്ചുകൂടി എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ നല്ലതാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പല കാരണങ്ങൾ, നൂറുകണക്കിന് കാരണങ്ങൾ, എല്ലാവർക്കും അവരുടേതായ വളരെ വിലപ്പെട്ട കാരണങ്ങൾ തന്നെ. പലരും വിചാരിക്കുന്നു ഈ നാട്ടിൽ ജീവിച്ചാൽ രക്ഷയില്ലെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നു. ചിലർക്ക് വാലിഡ് റീസൺസ് ഉണ്ട്. ചിലർ വിചാരിക്കുന്നു ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ല, പുറത്തു പോയാൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു. മറ്റേ ഇവിടെ സാമ്പത്തികമായിട്ട് ഒരിക്കലും വിജയിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പൊളിറ്റിക്കൽ റീസൺസ്.
ഇവിടെ നാട്ടിൽ പിൻവാതിൽ നിയമനം അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് മാത്രമായിട്ട് ഉള്ള ജോലി നിയമനങ്ങൾ, ഗവൺമെൻറ് സെക്ടറുള്ള നിയമനങ്ങൾ, അതുപോലെ തന്നെ സംവരണത്തിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ, ഇപ്പോഴും ട്രഡീഷണൽ കോഴ്സുകൾ മാത്രം പഠിപ്പിച്ചും ഒട്ടും ജോബ് ഓറിയൻറ്റഡ് അല്ലാത്ത സിസ്റ്റം, നൂറുകണക്കിന് കാരണങ്ങൾ. പക്ഷേ എന്താണ് ശരിക്കും ഇതിലേക്ക് ലീഡ് ചെയ്യുന്നതെന്ന് ചില കാരണങ്ങൾ, അതാണ് നമ്മൾ ഇന്നത്തെ ടേണിംഗ് പോയിന്റിൽ ഈ മൈഗ്രേഷൻ്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട അതിഥികളിൽ നിന്ന് തുടങ്ങാം. എന്താണ് ശരിക്കും ഒരു കോർ റീസൺ ആയിട്ട് സാറ് കാണുന്നത്? പ്രധാനമായിട്ടും വിദേശത്ത് നിന്ന് തിരികെ വരുന്ന ആൾക്കാരുടെ സക്സസ്, അവരുടെ ജീവിത നിലവാരം ശരാശരി ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഒരു 25-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി 56 അല്ലെങ്കിൽ 60 വയസ്സ് വരെ ഗവൺമെൻറ് ജോലി ചെയ്തു. അപ്പോൾ അവർ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ അവിടെ പോയി ഒരു 4-5 വർഷം കഴിഞ്ഞ് തിരികെ വരുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ അവർ സമ്പാദിക്കുകയും ഇവരെക്കാൾ വളരെ ഹൈ സ്റ്റാറ്റസിൽ അവർ ജീവിക്കുന്നത് കാണുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യുവാക്കൾ എന്ത് തീരുമാനമാണ് എടുക്കുക? അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു എന്താ പറയുക, ഉന്നത നിലവാരത്തിൽ ജീവിക്കണമെന്ന അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം തന്നെയാണ് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ മൈഗ്രേഷൻ നമുക്ക് മലയാളികൾക്ക് പുത്തിരിയ കാര്യമല്ല. കാരണം ഏറ്റവും ആദ്യമായിട്ടൊക്കെ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് തുടങ്ങിയ ഒരു പക്ഷേ മലയാളികൾക്കായിരിക്കും. കാരണം നമ്മുടെ സിലോൺ അല്ലെങ്കിൽ പേർഷ്യ, പിന്നീട് ഗൾഫ് കൺട്രികൾ, അതിനുശേഷം അമേരിക്ക, കാനഡ, പിന്നീട് ഒരു കാലം മുഴുവൻ നമ്മൾ UK, ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇതെല്ലാം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എപ്പോഴും മൈഗ്രേഷൻ നമ്മുടെ ബ്ലഡിലുള്ള കാര്യമാണ്. അപ്പോൾ സച്ചിൻ ചേട്ടാ, എന്തായിരിക്കും ഈ ഒരു മൈഗ്രേഷൻ്റെ ഒരു കോർ റീസൺ? എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് നോക്കിയിട്ട് നമ്മൾ പഴയ ഒരു ഗൾഫ് യാത്രകളുടെ കാലമൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പം മുഴുവൻ യൂറോപ്യൻ, അമേരിക്കൻ അല്ലെങ്കിൽ കനേഡിയൻ യാത്രകളാണ്. നമ്മുടെ ഇവിടെ നമുക്ക് നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലം കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് വളരെയേറെ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ മുമ്പിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡിജിറ്റൽ മീഡിയ വഴി നമുക്കറിയാം യൂറോപ്പിലിരിക്കുന്ന പുതിയ സംരംഭങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള എല്ലാവിധ സാധ്യതകളും സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമുക്ക് തുറന്നു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ഒരു വശത്ത് അവിടെ ഉള്ള പുരോഗമനങ്ങൾ കാണുന്നുണ്ട്. പണ്ട് നമ്മൾ കണ്ടിരുന്നില്ല അത്രത്തോളം. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമാണ് നമുക്ക് ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അത് എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങി. അതായത് അമേരിക്കയിൽ പോയിട്ട് അത്യാവശ്യം നാട്ടിൽ വന്നിട്ട് സ്ഥലം വാങ്ങുന്നു, വലിയ വീട് വെക്കുന്നു. ഈവൻ നഴ്സിംഗ് തൊഴിൽ ചെയ്തവർ പോലും നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയർന്നതെല്ലാം നമ്മൾ കണ്ടവരാണ് ശരിക്കും. ഗൾഫിൽ പോയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കത്തോട്ടുള്ള ആൾക്കാർ വലിയ വലിയ വീടുകൾ വെക്കുന്നതും അതെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കണം. പണം ഒരു അടിസ്ഥാനപരമായ റീസൺ ആണ്. അതായത് നമുക്ക് ജോലി ഉണ്ടാവുകയും അത് സാമ്പത്തിക ഒരു നേട്ടത്തിലേക്കും ഭാവിയിലേക്ക് നമുക്കൊരു സേവിങ്സിലേക്കൊക്കെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 4 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലമൊക്കെ ഒരു സിറ്റിക്കകത്തൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യമാണത്. പക്ഷേ അത്രത്തോളം ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ തന്നെ ഒരു 70 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം. പിന്നെ വീട് വെച്ച് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 1.25 കോടിയെങ്കിലും മിനിമം ഉണ്ടെങ്കിലാണ് ഒരു സിറ്റിക്കകത്ത് നമുക്കത് സാധ്യമാകുള്ളൂ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് അധ്വാനിച്ച് ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ, സ്ഥലം വാങ്ങിച്ച് വീട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു തുക എനിക്ക് നാട്ടിൽ നിന്നും എനിക്ക് സമ്പാദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളായ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, പിന്നെ ആവശ്യത്തിനൊരു സേവിങ്ങും, പിന്നെ അടുത്ത ഒരു തലമുറ എനിക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടി നല്ല രീതിയിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എന്ത് തൊഴിലെടുത്താലാണ് എനിക്ക് അത് നേടാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് വരിക. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റേ എൻ്റെ അയൽവക്കത്തുള്ള ആൾക്കാർ ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി ഏൺ ചെയ്ത് അവര് സമ്പാദിച്ചതുപോലെ സമ്പാദിക്കാനായിട്ടുള്ളൊരു ഒരു റോൾ മോഡലായിട്ട് ഞാൻ അവരെ കാണുകയും അവരെ കോപ്പി ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചേച്ചി നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന നേഴ്സാണ്. അപ്പോൾ സാധാരണ നേഴ്സുകൾക്ക് വൻ ഓപ്പർച്യൂണിറ്റി വിദേശങ്ങളിലൊക്കെ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബൂമിംഗ് ആയിട്ടുള്ള ഇതും ഒരു ജോലി ഇത് തന്നെയായിരുന്നു. കേരളം മുഴുവൻ പച്ച പിടിച്ചതുകൊണ്ടാണ്. അപ്പോൾ ചേച്ചി നാട്ടിൽ നിന്നു, പക്ഷേ ഒത്തിരി പേര് വിദേശങ്ങളിലേക്ക് പോയി. ചേച്ചി എങ്ങനെ ഈ മൈഗ്രേഷൻ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒഴുക്കുണ്ടല്ലോ, അതിനെ ചേച്ചി എങ്ങനെ നോക്കുക? വിദേശത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാനായിട്ട് പോകുന്നവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഒരു കാരണം. അതേ ജോലി നമ്മുടെ നാട്ടിൽ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാകുന്നില്ല. സ്റ്റാറ്റസ് ഒരു വലിയ സ്റ്റാറ്റസ് ഒരു വലിയ കാര്യമായിട്ട് എല്ലാവരും പരിഗണിക്കുന്നത് കൊണ്ടുകൂടി എന്ത് ജോലിയും ചെയ്യാനായിട്ട് ഇവിടെ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ പല പല ജോലികളിൽ വ്യാപൃതരായി ഇപ്പം നമുക്ക് വേണ്ട മണി ഏൺ ചെയ്യാനായിട്ടും എല്ലാവരും തയ്യാറാകുന്നില്ല.
ഒരു പെർട്ടിക്കുലർ ജോബിൽ നിന്ന് പെർട്ടിക്കുലർ ഇൻകം കിട്ടണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിദേശത്തേക്ക് കടക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് തന്നെ സംസാരിച്ച് തുടരാം. അതായത് ഡിഗ്നിറ്റി ഓഫ് ലേബർ ഭയങ്കര ഹോട്ടായ ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒക്കെ വിദേശങ്ങളിലേക്ക് പോയിട്ട് അവർ മിക്കവാറും ഒക്കെ പഠിത്തം ജോലി ഒരുമിച്ച് കൊണ്ടുപോകുന്നു, പാർട്ട് ടൈം ജോബ് ചെയ്ത് ജീവിക്കുന്നു. മിക്കവാറും ഒക്കെ മാക്ഡൊണാൾഡിലോ KFCയിലോ ഒക്കെ കൗണ്ടറിൽ നിന്നിട്ടും അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ നിന്നിട്ടും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഈ നാട്ടിൽ നിന്നാൽ നമ്മൾ ചെയ്യുമോ? അത് അല്ലെങ്കിൽ അതിന് പേരൻസ് അനുവദിക്കുമോ? അല്ലെങ്കിൽ അതൊരു ഏണിംഗ് പോസിബിലിറ്റി ഉള്ള കാര്യം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന് കിട്ടുന്ന ഡോളറുകൾ, ഇവിടെ പൈസ കിട്ടുമ്പോൾ ഡോളർ കിട്ടുന്ന വ്യത്യാസമുണ്ട് ഉറപ്പായിട്ടും. സജന്റെ ഒരു ഒപ്പീനിയൻ എന്താണ് ഈ ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് എങ്ങനെ ഒരു അപ്രോച്ച്, പേരൻസ് അപ്രോച്ച്, ഇത് മൂന്നും വരുന്നത്? നമ്മുടെ അയൽവക്കത്ത് നിൽക്കുന്ന വളർന്നു വരുന്ന ഒരു പ്രദേശത്ത് പലപ്പോഴും ഇത് ചെയ്യാൻ നമുക്ക് ചമ്മലുണ്ട് പല കാര്യങ്ങളും. എന്നാൽ നമ്മൾ അന്യ ജില്ലയിൽ പോയാൽ, അന്യ സംസ്ഥാനത്ത് പോയാൽ, അന്യ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഈ അയൽവക്കം അവിടെ ഇല്ലല്ലോ, അവർ കുറ്റം പറയാനില്ല, ഒരു ബന്ധുക്കാർ കുറ്റം പറയാനില്ല അവിടെ. അതുകൊണ്ടാണ് ആ ഒരു ഈ സൊസൈറ്റിയുടെ സ്റ്റിഗ്മ. തീർച്ചയായിട്ടും അതിനെ കുറ്റം പറച്ചിൽ കേൾക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളൊരു അതായത് ആർക്കും വഴി പോകുന്ന ആർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ നേരിടുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ള ഇതൊരു ബുദ്ധിമുട്ടുണ്ട്. അന്യ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് അയൽവക്കക്കാരില്ല, സ്വന്തക്കാർ അവിടെ ഇല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് അവന്റെ ഇഷ്ടാനുസരണം എന്ത് തൊഴിലെടുക്കാനും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നീ ഇത്രയും പഠിച്ചിട്ട് ഈ തൊഴിലെടുക്കുന്നു? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അന്യ നാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്നത് ഇതെല്ലാം നമ്മളിവിടെ ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നതാണെങ്കിൽ അവിടെ ഡോളറിലാണ്. അപ്പോൾ ഒരു ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് 80 രൂപയുടെ മൂല്യം ഉള്ളത് കൊണ്ടും കൂടിയാണ് അവിടെ ഇപ്പോൾ KFCയിലോ മെക്ഡൊണാൾഡ്സിലോ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അവിടുത്തെ രൂപ മൂല്യം കുറവാണെങ്കിൽ പോലും, ഡോളറിന്റെ നിരക്ക് കുറവാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് വലിയ, നമ്മുടെ മൈൻഡ് എപ്പോഴും എത്ര വിദേശത്ത് പോയാലും നമ്മൾ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുന്നത് ഒരു രീതിയിൽ ഇതിനെ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് തന്നെ, ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചിയുടെ കൺസെപ്റ്റിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ എറണാകുളത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാനായിട്ട് ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് സ്വിഗ്ഗി പോലത്തെ ഉള്ള ഇതിനെ നമുക്ക് ഡെലിവറി ബോയ് ആയിട്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്കറിയാം ആമസോൺ അല്ലെങ്കിൽ യൂബർ ഓടിച്ചൊക്കെ, യൂബർ, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഡെലിവറി ബോയ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ എനിക്കറിയാവുന്ന ഏറ്റവും അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസം 25,000 രൂപ അധികമായിട്ട് ഇൻകം കിട്ടിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് 25,000 രൂപ കിട്ടിയില്ലെങ്കിൽ പോലും 10,000 രൂപ എക്സ്ട്രാ ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ തന്നെ അത് വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു സാധ്യത ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്നൊക്കെ എറണാകുളം അതുപോലത്തെ ഉള്ള സിറ്റികളിൽ ആയി വന്നിട്ടുണ്ട്. മൈഗ്രേഷൻ നന്മ കൂടിയാണ്. നമ്മൾ അവിടെ പോയി ഈ ജോലികളൊക്കെ ചെയ്ത് ശീലിക്കുന്നു, അത് നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്നതൊക്കെ ഉറപ്പായിട്ട് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്ത് തൊഴിൽ ചെയ്യുമ്പോഴത്തേക്കും അതിനോട് കണക്റ്റഡായി വരുന്ന ആ വരുമാനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന ഒരു വ്യക്തി ഒരു മാസം അവന് ഒരു 3,000 രൂപയോ 5,000 രൂപയോ 10,000 രൂപയോ ഉണ്ടാക്കാൻ പഠനത്തിനോടൊപ്പം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാണ്. അതിനകത്ത് നമുക്ക് ഒരു പരാജയം ഉള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം അല്ല നമുക്കിവിടെ യൂഷ്വലി ഉള്ളത്. ഞാൻ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്, അവിടെ നമുക്ക് ആഴ്ചയിൽ 3 ക്ലാസ്സുകളോ അല്ലെങ്കിൽ വീക്കെൻഡ് ക്ലാസ്സുകളൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നു. നമുക്ക് അതിന് ചോയ്സ് ഉണ്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വർക്കിംഗ് അവേഴ്സ് ഒത്തിരി കിട്ടും. അത് നമ്മുടെ ഇവിടെ വളരെ ചുരുക്കം ഓട്ടോണമസ് കോളേജുകളിലെ കേരളത്തിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം. അങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ ഉറപ്പായിട്ടും ഇങ്ങനെ കുട്ടികൾ ഓൾറെഡി തന്നെ 10-20 വർഷം മുഴുവൻ കേറ്ററിംഗ്സിനൊക്കെ പോയി തുടങ്ങിയ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ പേരൻസ് വഴക്കൊക്കെ പറയുന്നത് അതിനെ പറ്റിയൊക്കെ. അതിനെനിക്ക് 2 പേരൻസും ചോദിക്കാറുണ്ട് അതിനെപ്പറ്റി. കാരണം വെച്ചാൽ സീനിയേഴ്സായ 2 പേരൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പേരൻസ് ഇത് ഡിസ്കറേജ് ചെയ്യുന്ന ടെൻഡൻസി നാട്ടിലുണ്ടല്ലോ. അപ്പം എൻ്റെ കുട്ടി ഇതിന് പോകുന്നു, അല്ല എൻ്റെ കുട്ടി അതിന് പോകുന്നു, എൻ്റെ സ്റ്റാറ്റസ് ആ ഒരു സാധനം, അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ട സമയമാണ്, ഇപ്പോൾ പഠിക്കണം, പിന്നീടാണ് ജീവിതം വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കുറേ ക്ലീഷ സ്റ്റേറ്റ്മെന്റുകളുണ്ടല്ലോ. അപ്പം അതിൽ തന്നെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ തന്നെയാണെങ്കിലും അവിടെ ചോദ്യമുണ്ട്, ജീവിക്കാൻ പഠിത്തം നമ്മുടെ ഒരു സ്കൂൾ സിസ്റ്റത്തിലോ കോളേജ് സിസ്റ്റം നടക്കുന്നുണ്ടോ? അവിടെ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. അവന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്ക് മേടിക്കുക എന്നുള്ളതിലോട്ട് എന്നൊരു ഇതിലോട്ട് അങ്ങ് ഒതുങ്ങുകയാണ്. പക്ഷെ ജീവിതം എന്ന് പറയുക അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ ആണെങ്കിൽ അവർക്ക് മറ്റേ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഉള്ള സമയത്ത് വീടുകളിൽ നിന്ന് തന്നെ അവർക്കത് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയിട്ട് പഠന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുകയാണ്. ജീവിക്കാനും കൂടെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ. ഈ അടുത്ത് ഞാനൊരു കുട്ടിയോട് സംസാരിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. NEP.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് വൈകുന്നേരം ഇപ്പോൾ 1 മണി മുതൽ 6 മണി വരെയാണ് അവർക്ക് ക്ലാസ്. ഓക്കെ. അപ്പോൾ രാവിലെ ഇപ്പം മറ്റ് കോഴ്സ് പഠിക്കാനായിട്ടും ജോലിക്കൊക്കെ അവർക്ക് പോകാനായിട്ട് അവസരങ്ങളുണ്ട്. അവരിപ്പോൾ മാറിയ പ്രവണത കാണുന്നതാണെങ്കിലും നമ്മുടെ യുവാക്കളാണെങ്കിലും ഒരുപാട് ഈ പറഞ്ഞ രീതിയിൽ ജോലികളിൽ അവരും മറ്റേ വ്യാപൃതരാവുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എൻ്റെ മൂത്ത 2 മക്കൾ മുതിർന്നവരാണ്. അപ്പോൾ ഒരാളിപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ ഡിസൈനിങ് കോഴ്സാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോഴ്സ് പഠിക്കുന്നതിനൊപ്പം തന്നെ അവൻ ഡിസൈനിങ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അവന് താല്പര്യമുള്ള മേഖലയിലും പിന്നെ വരയ്ക്കുമായിരുന്നു, വരയ്ക്കുകയും ഡിസൈനിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ ഇപ്പം ബിയാർക്കിനാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ +2 കഴിഞ്ഞ് 1 വർഷം എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടി നിന്നു. എക്സാം കഴിഞ്ഞു. ആ ഒരു ടൈം അവന് കുറച്ച് ഗ്യാപ്പ് കിട്ടിയായിരുന്നു. ആ സമയം അവൻ്റെ ഒരു സുഹൃത്ത് കാറ്ററിംഗ് സർവീസിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പെർമിറ്റ് ചെയ്തു. കുറച്ച് നാൾ കാറ്ററിംഗ് സർവീസായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇഷ്ടം, അവർക്ക് താല്പര്യമാണെങ്കിൽ അവർ ഏൺ ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അവർ പോട്ടെ എന്ന് തന്നെയാണ് അഭിപ്രായം. ഒരു എക്സെപ്ഷൻസ് ആണ് ഇപ്പോഴും നമ്മുടെ ഒരു കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ വളരെ യാഥാസ്ഥികമായ മനോഭാവത്തിലാണ് നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈൽസ് ഒക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു മൈഗ്രേഷനോട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് ലെവൽ നമ്മൾ ആലോചിക്കേണ്ടത്, പണ്ട് മൈഗ്രേഷൻ എല്ലാ കാലത്തും കേരളത്തിലുണ്ടായിരുന്നു. പണ്ട് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ പണ്ട് അധികവും ഗൾഫ് കൺട്രികളിലൊക്കെ ആയിരുന്നു അവർ പോയിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ ഈവൻ അമേരിക്കയിലോ കാനഡയിലൊക്കെ സെറ്റിൽ ആയ ഒരു നാട്ടിലൊരു വീടൊക്കെ മേടിച്ചിടും. അവർക്ക് തിരിച്ചു വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ആ ലെവൽ കഴിഞ്ഞുപോയി. കാരണം പണ്ട് പഠിക്കാനായി വിദേശത്ത് പോകുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ചുരുക്കം എക്സ്ട്രാ ഓർഡിനായിട്ട് പഠിക്കുന്നവരൊക്കെ മാത്രമേ ഒരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി വിദേശത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടം മാറിയിട്ട് പഠിക്കാൻ തന്നെ ഭയങ്കര ഒരു ഫ്ലോ ആണ്. നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ MGയിലും കാലിക്കറ്റിലൊക്കെ 40-50% സീറ്റുകളാണ് ഇപ്പോഴും കോഴ്സുകൾക്ക് ഫ്രീ കിടക്കുന്നത്. അപ്പോഴാണ് വിദേശത്തേക്ക് പോകാൻ പറ്റാതെ 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയവർ തിരിച്ചു വരുന്നത്. നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിയറികളൊക്കെ പാരലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ബ്രെയിൻസ് ഒക്കെ ഒഴുകി പോകുന്നു. ചേട്ടാ, എന്താണ് ഈ ഒരു കോർ കാര്യം? ഈ പോകുന്നവർ വരുന്നില്ല, തിരിച്ച് കംപ്ലീറ്റ്ലി പഠിക്കാനേ തന്നെ പോകുന്നു. നന്മകളുണ്ടെങ്കിൽ പോലും വാട്ട് ആർ ദ കോൺസിക്വൻസസ് ദെയർ? പോയവർ തിരിച്ചു വരുന്ന ഇതൊരു ഭയങ്കര, എപ്പോഴും നമ്മൾ പറയുന്നത്, സാധാരണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോയവർ തിരിച്ചു വരില്ലെന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞ് കേൾക്കാറുള്ളെങ്കിലും നല്ല ജോലി അവിടെ സെറ്റിൽ ആകാൻ പറ്റാത്തവർ തിരിച്ചു വരാൻ സാധ്യത ഇപ്പോൾ കാണുന്നുമുണ്ട്. അങ്ങനെ ഒരു വിഭാഗം നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു ട്രെൻഡ് അതായിരിക്കാം കൂടുതൽ. കുറേയൊക്കെ പണം മുടക്കി 30-40 ലക്ഷമൊക്കെ മുടക്കിയിട്ട് ഒന്നും അവിടെ സക്സസ്ഫുൾ ആകാതെ ജോലി കിട്ടാതെ വന്ന് തിരിച്ചു വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ഈവൻ പലപ്പോഴും ഇപ്പോൾ അമേരിക്കയിലൊക്കെ നേരത്തെ തന്നെ നല്ല ജോലിയൊക്കെ കിട്ടി പോയിട്ടുള്ള ആൾക്കാർ, സോഫ്റ്റ്വെയർ ജോബൊക്കെ ഉള്ളവർ, AI-യുടെ ഡെവലപ്മെന്റ് കാരണം ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരുടെ ഇനി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ, സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പലവരുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദേശത്തുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ സംഭവിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അത്രയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ പോലും ഇങ്ങനെ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആണല്ലോ. UK ആയിരുന്നു, പിന്നെ ന്യൂസിലൻഡ് ആയി, ഇപ്പോൾ ഓസ്ട്രേലിയ ഒരു ഹോട്ട്സ്പോട്ട് ആയി. അതെ അതെ അതെ. അപ്പൊ അവിടെയും ജോലി സാധ്യതകൾ, ഇപ്പോൾ ഇത്രത്തോളം പേര് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ അവിടെ തൊഴിൽ അത്ര ഉണ്ടോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒഴുക്ക് താരതമ്യേന കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴും അടുത്തൊരു ചോദ്യമുണ്ട്. ഈ പിള്ളേർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് പിള്ളേർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഗൾഫിലാണെങ്കിൽ പഴയ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം പണ്ടത്തെ ഒരു ലേബർ ജോബ്സ് എല്ലാം തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ റീപ്ലേസ്മെന്റ്, ലോ കോസ്റ്റ് ലേബേഴ്സിനെ കിട്ടുന്നതുകൊണ്ട് തന്നെ സ്വദേശിവൽക്കരണം ഗൾഫ് കൺട്രികൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഗൾഫ് സാധ്യത കുറയുന്നുണ്ട്, യൂറോപ്യൻ സാധ്യത കുറയാൻ ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നാട്ടിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചിലപ്പോൾ പോയേക്കാം. എന്നാൽ പോലും നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, എങ്ങനെ നാട്ടിൽ നിന്നും ഈ നമുക്ക് പറ്റിയ ഒരു സംരംഭം തുടങ്ങാം എന്നത് പരിശീലിപ്പിക്കേണ്ട ഒരു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്തിപ്പിക്കാനായിട്ട് നമ്മൾ വീടുകളിൽ നിന്നുള്ളൊരു പ്രോത്സാഹനം കൊടുക്കണം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുട്ടികളെ ചെറുപ്പം മുതലേ സാമ്പത്തികമായിട്ട് വളരുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, കുട്ടികൾക്ക് ഡിഗ്രി, PG ഇവിടെ വരെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നെഞ്ചിലേറ്റി വെക്കുകയാണ് അല്ലേ? ഇങ്ങനെ ചിന്തിച്ചുകൂടെ? 12 സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ ഡിഗ്രി PG വരെ പഠിപ്പിക്കും, ബാക്കി കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കും. ഞാൻ പറയുന്നത് ഒരു 12ാം ക്ലാസ് വരെ ഒരുപക്ഷെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന്, പാരൻസിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് തൽക്കാലം വിചാരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സർവ്വതും
നീ നിന്റെ കാലിൽ നിന്നുകൊണ്ട് ജോലി നേടി സമ്പാദിച്ച് നീ ചെയ്തോളണം എന്നത് ഞാൻ പറയണത് ഒരു 10 വയസ്സ് മുതലേ പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വിദേശ സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാന സാധനം അതാണ്. തന്നെയാണ്. അത് തന്നെ. അതായത് ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു പൈസയുടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സാധിക്കുമെങ്കിൽ ഈ വീട്ടിൽ നിന്നും നീ എവിടെ മാറി നിന്ന് താമസിച്ച് ആ താമസിക്കാനുള്ള ചെലവ് ഉൾപ്പെടെ നീ പണിയെടുത്ത് കണ്ടെത്തിക്കൊള്ളണം എന്ന് ഞാൻ പറയുന്നത്. ഇത് 12ാം ക്ലാസ് കഴിഞ്ഞ റിസൾട്ട് വന്നിട്ടല്ല പറയുന്നത്. 10 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ ഇത് പറഞ്ഞ് അവനെ 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അവൻ സെറ്റ് ആക്കി എടുക്കണം. ഭയങ്കര ലീപ്പ് അല്ലെങ്കിൽ കൾച്ചറൽ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഇതിന്റെ ഒരു സാധ്യതയൊക്കെ നമ്മളുടെ ഒരു ഫാമിലിയിൽ, ഇപ്പൊ നിങ്ങളാണല്ലോ സീനിയറായ മക്കളുള്ളത്, അപ്പോൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ അതിന് വലിയ സാധ്യതകളുണ്ടോ? അങ്ങനെ സച്ചിൻ പറഞ്ഞതുപോലെ ആ ഒരു ട്രാൻസിഷൻ അത് പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ സാധ്യമാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് ട്രഡീഷണലായിട്ട് നമുക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ കുട്ടികളുമായിട്ട് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അച്ഛൻ നേരത്തെ ചോദിച്ചു വിദേശത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒഴുക്ക് എന്ന്. അപ്പോൾ അവിടെ ഈ റീപ്ലേസ്മെൻറ്റ് മൈഗ്രേഷൻ എന്ന് പറയും. കാരണം 50 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ സംഖ്യ കുറച്ചു. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴാണ് അത് വളരെ ഒരു ഭീകരമാണ് എന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കണം എന്ന ഒരു മെസ്സേജ് ഗവൺമെൻറ് അവരിലേക്ക് കൊടുക്കുന്നു. പക്ഷേ അവർ വേണ്ട രീതിയിൽ അത് അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ കുറവ് നികത്താനായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരേക്ക് അവിടേക്ക് കൊണ്ടുവരിക, ലേബർ ഷോർട്ടേജിനും അതുപോലെ തന്നെ അവരവിടെ വന്ന് താമസിച്ചാൽ അപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടുന്ന് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആ കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യം മാത്രം മതി അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിദേശത്ത് അവരഭിമുഖീകരിക്കുന്ന അതേ പ്രശ്നത്തിലേക്കാണ് നമ്മുടെ കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതേ പ്രശ്നം, ഇതൊരു നോമാൻ സൈലന്റ് ആവും എന്നൊരു പേടി, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ തൊഴിലാളികളുടെ ഒരു നാടായി മാറും എന്നൊരു പേടിയൊക്കെ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും അതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സക്സസ് സ്റ്റോറീസാണ് പലപ്പോഴും എല്ലാവരും പുറത്തേക്ക് പറയുക. പക്ഷേങ്കിൽ അപ്പോൾ അവരുടെ സക്സസ് കണ്ട് പലരും പുറത്തേക്ക് പോകാനായിട്ട് അതിനുള്ള സാമ്പത്തിക അവസ്ഥ അവർക്കില്ലായിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഭീമമായ ലോൺ എടുത്ത് 40% ആൾക്കാർ ഇതുപോലെ ലോൺ എടുത്തിട്ടാണ് പോകുന്നതാണ് പല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതാ അവർ വലിയ സമ്മർദ്ദത്തിലേക്കാണ് അവരെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇവിടുന്ന് പോയവർ ചിലപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അവിടെ ജോലി കണ്ടെത്താൻ സാധിക്കാതെ വരികയും അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും വലിയൊരു സ്ട്രെസ്സും ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈവൻ ഈ അടുത്തുള്ള സൂയിസൈഡുകളുടെ നമ്പറുകൾ പോലും വിദേശത്ത് പോകുന്നതിന്, ഡിപ്രഷൻ, സൂയിസൈഡ്, കുടുംബം മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ഇതൊരു ഭയങ്കര നമ്മൾ ഏരിയ ഓഫ് ഡിസ്കഷൻ വേണ്ട കാര്യമാണ്. അതായത് നമ്മളുടെ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ സ്ട്രഗിൾസ്, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഭയങ്കര ഭീകരമായ അപകടങ്ങൾ. നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഇതൊരു സാറ് സ്റ്റാർട്ട് ചെയ്തിട്ടതാണ് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഏരിയയിൽ. കാരണം ഏറെക്കുറെ ഓരോ പ്രാവശ്യം ഒരു 30 to 50 ലക്ഷമൊക്കെ മുടക്കിയാണ് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത്. അത്രയും മുടക്കി പോകുമ്പോഴത്തേക്ക് മിക്കവാറും വീടും കിടപ്പാടും എല്ലാം പണയം വെച്ചും വിറ്റും അല്ലെങ്കിൽ വലിയ ബാങ്ക് ലോൺ എടുത്തൊക്കെ പോകുന്നു. ഇത് എത്ര വർഷം കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടും? ഈ കുട്ടി +2 കഴിഞ്ഞ് പോകുന്ന കുട്ടി അവിടെ പോയി ഒരു പുതിയ കോഴ്സ് പഠിക്കുന്നു. നമ്മൾ ഈ പുതിയ കോഴ്സ് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് വിദേശത്തേക്ക് പോകുമ്പോഴത്തേക്ക്, പണ്ട് വിദേശത്ത് പഠിക്കാൻ പോലും എല്ലാവരും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പഠിക്കാം. ഇപ്പം അങ്ങനെയല്ലോ, പോകുന്നു, കിട്ടുന്നിടത്ത് പഠിക്കുന്നു. നമ്മൾക്ക് കിട്ടുന്ന മനോഹരമായ അഡ്വർടൈസ്മെൻറ്റുകളൊന്നും ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ റിയാലിറ്റിയുടെ ലോകം. ഓൾ ടുഗെദർ വ്യത്യസ്തമായ ഒരു സംസ്കാരം, കിട്ടുന്ന സാഹചര്യങ്ങൾ, അവിടെ സഹിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം പിള്ളേർ പഠിച്ചു വരാൻ കിട്ടുന്ന സമയം, പഠിത്തം തന്നെ സൈഡാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടി കുറേ എക്സ്ട്രാ വർക്കുകൾ ചെയ്ത്, ചെറിയ ചെറിയ പണികൾ ചെയ്ത് വർഷങ്ങളോളം നീണ്ടുപോകുന്ന പഠിത്തം ഉപേക്ഷിച്ചിട്ട് ചെറിയ സെറ്റപ്പുകൾ ജീവിക്കുന്നു. കുറേ ഒരു ഫൈനാൻസിൻ്റെ ഏരിയകൾ ഭീകരമാണ്. നമ്മൾ ഒരിക്കലും അത് കൺസിഡർ ചെയ്യാതെ ഒരു ട്രെൻഡിലോ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു, അല്ലെങ്കിൽ എല്ലാവരെ പോലും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നോക്കി പോകുമ്പോഴത്തേക്കും വലിയ തെറ്റുകളും അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. നമുക്ക് ചേച്ചിയുടെ അടുത്ത് കേട്ടു പോകാം. വലിയൊരു ലോണൊക്കെ എടുത്തിട്ട് മക്കളെ വിദേശത്തേക്ക് പഠിക്കാൻ അയക്കുന്നത് അപകടം തന്നെയാണ്. അത് മാതാപിതാക്കൾക്ക് താങ്ങാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡൻ്റ് ആകാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അവർ തന്നെ ചൂസ് ചെയ്യും, ഇങ്ങനെ മാതാപിതാക്കളെ ഇത്രത്തോളം ഭാരം കൊടുത്തുകൊണ്ട് ഞാൻ പഠിക്കാൻ പോകണോ, അതോ ഇവിടെ നിന്നുകൊണ്ട് അല്ലാത്ത രീതിയിൽ ഏൺ ചെയ്തും പഠിച്ചും പിന്നീട് പോകാനായിട്ടുള്ള ശ്രമം നടത്താം എന്ന ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഇപ്പം ഒരു സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും പേരൻസും മാറണം. ചെറിയ പ്രായം തൊട്ടേ അവരുടെ
ജീവിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ അവർ തന്നെത്താൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അപ്പം ഞാൻ തന്നെയാണെങ്കിലും എൻ്റെ മക്കളെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് കൊണ്ടുവരാറില്ല. ചില കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്ത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് കഴിയുമ്പം ഏൺ ചെയ്യുന്ന കാര്യത്തിലേക്കും ഒക്കെ അവരെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് നമ്മുടെ സമയപരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് സച്ചിൻ ഇട്ടുന്ന ക്ലൂ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മൈഗ്രേഷൻ ഡിസ്കസ് ചെയ്ത് വന്നാലും നമ്മൾ വീട്ടിലെത്തി നിൽക്കുകയാണ്. ഇവിടെ വിദേശത്തേക്ക് പോകുന്നതല്ല ഇവിടെ പ്രശ്നം, നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈലാണ് പ്രശ്നം. എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ, അത്യാവശ്യം നല്ല സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഉള്ള 5 മക്കളൊക്കെ ഉള്ള ഡോക്ടറാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട് ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞ മനോഹരമായ അനുഭവമുണ്ട്. മൂത്ത ഒരു മകളാണ്, അവളൊരു യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് വേണ്ടി വിട്ടു. അവളെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. ഡിഗ്രി എത്തിയപ്പോഴത്തേക്ക് അപ്പം പറഞ്ഞു, ഇനി നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചു. അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് PG ചെയ്യണം, എനിക്ക് ലിറ്ററേച്ചറിന് PhD ചെയ്യണം, എൻ്റെ വലിയ ആഗ്രഹം. ഞാൻ പറഞ്ഞു, നിൻ്റെ താഴെ എനിക്ക് 4 മക്കളും കൂടി ഉണ്ട്, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ PG വരെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. ഇനി നീ സ്വന്തമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നിന്നോട് കാണിച്ച റെസ്പോൺസിബിലിറ്റി എനിക്ക് നിൻ്റെ താഴേക്ക് വരുന്ന മക്കളോട് കാണിക്കാൻ പറ്റില്ല. എനിക്ക് നിൻ്റെ താഴെയുള്ള ഏറ്റവും ഇളയ ആൾ ഇപ്പോൾ 3-ലേ ആയിട്ടുള്ളൂ, അവനോടും നിന്നെപ്പോൾ തന്നെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് അടുത്ത് വരുന്നു. ഈ കുട്ടി ഭയങ്കര പക്വമായിട്ട് റിപ്ലൈ ചെയ്തു, അപ്പോൾ ഒന്നും പേടിക്കണ്ട, ഞാൻ ഡിഗ്രിയോടെ തൽക്കാലം പഠിത്തം നിർത്തും. എന്നിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഒത്തിരിയുള്ള നാടല്ലേ, പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ PG പഠിച്ചോളാം. ഞാൻ PG പഠിച്ച് കഴിയുമ്പോൾ എൻ്റെ താഴെയുള്ള ആളും പൊങ്ങി വരും. അവളും ഡിഗ്രി കഴിച്ച, അപ്പോൾ അവളും ഞാനും കൂടി, അപ്പോൾ പേടിക്കണ്ട, ഞങ്ങൾ താഴേക്കുള്ളവരെ നോക്കിക്കോളാം, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ അവൾ PG കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്ക് എടുത്ത് PG പഠിച്ചു, അതിനുശേഷം അവൾക്ക് നല്ല ജോലി കിട്ടി, അവൾ പാപ്പനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ദിസ് ഈസ് കോൾഡ് റെസ്പോൺസിബിൾ പേരൻറ്ഹുഡ്. ഇങ്ങനെ അടുത്ത ജനറേഷൻ കൂടി റെസ്പോൺസിബിലിറ്റി ആകും. നമ്മൾ മൈഗ്രേഷൻ്റെ ഇഷ്യൂസിലേക്ക് വന്നെങ്കിലും മൈഗ്രേഷൻ്റെ ഭീകരമായ അവസ്ഥകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അടുത്ത എപ്പിസോഡ് ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു നിർത്താൻ തന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേരൻസിൻ്റെ റോൾ തന്നെയാണ്. കുഞ്ഞുങ്ങളെ റിയലിസ്റ്റിക് ആയിട്ട് വളർത്തുക, എല്ലാ രീതിയിലും റിയലിസം കൊണ്ടുവന്ന് വളർത്തുക. അവർക്ക് ഫൈനാൻസ് കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളും കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റിലും ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിലും എല്ലാ ഏരിയകളിലും അവർക്ക് ഹാർഡ് ടൈം കൊടുത്ത് തന്നെ വീട്ടിൽ റിയാലിറ്റി അറിഞ്ഞ് പഠിക്കട്ടെ. അവർ സ്പൂൺ ഫീഡിങ്ങിൻ്റെയും അമൂൽ ബേബീസിൻ്റെയും കാലം കഴിഞ്ഞുപോയി. അവരുടെ ചുറ്റുപാടുള്ള സമൂഹം ഇത്ര മോശമാണ്, നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്നും നിങ്ങൾക്ക് വീട്ടിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന തുകയും. ഞാൻ അടുത്തുള്ള സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ചുമ്മാ പിള്ളേർ ചോദിച്ചു, നിങ്ങൾ ഈ സ്കൂളിൽ പേ ചെയ്യുന്ന നിങ്ങളുടെ ഫീസ് എത്രയാണെന്ന് അറിഞ്ഞു ചോദിച്ചു. അവർക്ക് അറിയില്ല. എൻ്റെ പഴയ സിനിമയിൽ 2-3 ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 1 കിലോ അരിക്ക് എത്ര വില അറിയില്ല, 1 കിലോ പഞ്ചസാര, ഇതൊരു പഴയ സിനിമയിൽ നിന്ന് കിട്ടിയ തമാശയാണ്, പക്ഷേ ഭയങ്കര വാലിഡാണത്. ഇതൊന്നും അറിയാതെ നമ്മുടെ തലമുറയെ വളർത്തിയിട്ട് അവരെ 12-ാം വയസ്സിൽ നമ്മൾ വിദേശത്തേക്ക് ലക്ഷം കൊടുത്ത് കയറ്റി വിടുമ്പോൾ അവർക്ക് ഒന്നും അറിയാൻ മേലാത്ത, നമ്മൾ ശരിക്കും അവരെ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട്, ഒട്ടും കഴിവില്ലാത്തവരോട് വളർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് എടുത്തിരിക്കുകയാണ്. അവർ ഫേസ് ചെയ്യാൻ വന്ന ലോകം അതിഭീകരമായിരിക്കും. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താനും പറ്റത്തില്ല, അവർക്ക് ചുറ്റുമുള്ള സ്ട്രഗിൾസിനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മൈഗ്രേഷൻ ഫസ്റ്റ് പാർട്ട് തരുമ്പോൾ നമ്മളിപ്പോഴും വീട്ടിൽ തന്നെയാണ്. വീട് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടി നമ്മുടെ സിസ്റ്റം നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പേരൻറ്റിങ് സ്റ്റൈലുകളും പിള്ളേർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുകളും കുറച്ച് വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. അതാണ് മൈഗ്രേഷൻ്റെ ഫസ്റ്റ് പാർട്ട്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവായ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ ഒരു ടോപ്പിക്കിൽ ഞങ്ങൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ, മൈഗ്രേഷനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ട്രെൻഡല്ല, നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകാൻ അവരെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മച്ചുവറായിട്ടും ഏറ്റവും പക്വതയോടും വളർത്താൻ എല്ലാ കാര്യങ്ങളിലും, സാമൂഹിക കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളിലും അവരുടെ പ്രായത്തിനൊപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു വളർത്താൻ പേരൻസായ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ടീനേജിലും യൗവനത്തിലെത്തിയ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ വെട്ടം കിട്ടട്ടെ. അല്പം കൂടി പ്രയർഫുൾ ആവാൻ, കുറച്ചുകൂടി കുടുംബത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് സംസാരിക്കാൻ, ദൈവഹിതം ഒരുമിച്ച് തിരിച്ചറിയാൻ, ഭാവി എന്നത് ദൈവത്തോട് നോക്കി മനസ്സിലാക്കാൻ, കുടുംബം ഒന്നിച്ച് വളരാൻ ഇവിടെ ഞങ്ങളെ സഹായിക്കണം. വിദേശത്തൊക്കെ പോകാനൊക്കെ ശ്രമിച്ചിട്ട് പറ്റാതെ നിരാശപ്പെട്ടിരിക്കുന്നവരും, വിദേശത്തൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നവരും, സാമ്പത്തികമായി വലിയ കെണിയിലകപ്പെട്ടവരും, ഒത്തിരി മാനസികമായ സമ്മർദ്ദങ്ങൾ നാണക്കേടിലൊക്കെ നിൽക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണം. അമ്മ മാതാവേ, നിന്റെ ഈ മക്കളെ നീ ചേർത്ത് പിടിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്